നിങ്ങൾ ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നത്. iOS 18.4 വന്ന ഒരു ഫീച്ചറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കോൺടാക്ട് സെലക്ട് ചെയ്തു. ഈ ഒരു കോൺടാക്റ്റിൽ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു മെസ്സേജിൽ ക്ലിക്ക് ചെയ്താണെങ്കിൽ നോർമലി മെസ്സേജ് ആപ്ലിക്കേഷൻ ആണ് ഓപ്പൺ ആയിട്ട് വരിക. ഇത് നമുക്ക് വാട്സപ്പ് ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ സെറ്റിംഗ്സിലേക്ക് പോവുക. താഴത്ത് പോയതാണെങ്കിൽ ആപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. മുകളിൽ ഡിഫോൾട്ട് ആപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ മെസ്സേജിങ്ങിൽ നമുക്ക് വാട്സപ്പ് വേണമെങ്കിൽ വാട്സപ്പ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ബിസിനസ് വേണമെങ്കിൽ വാട്സപ്പ് ബിസിനസ് സെറ്റ് ചെയ്യാം. ഡിഫോൾട്ട് മെസ്സേജ് വേണമെങ്കിൽ മെസ്സേജ് ആയിട്ടും സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ ആ ഒരു ഡിഫോൾട്ട് മെസ്സേജിങ് ആപ്പ് വാട്സപ്പ് ആയിട്ട് സെറ്റ് ചെയ്താണെങ്കിൽ ഇനി മുതൽ നമ്മളിപ്പോൾ ഈ ഒരു മെസ്സേജ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താണെങ്കിൽ ഡയറക്റ്റ് വാട്സപ്പിലേക്ക് നമുക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്കിപ്പോൾ ഒരു റീസെന്റ് കോൾ വന്നു. ഇവിടെ നമുക്ക് ഐക്കൺ കാണാൻ വേണ്ടി പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താണെങ്കിൽ ഇവിടെ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താണെങ്കിൽ നമുക്ക് വാട്സപ്പിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ഡിഫോൾട്ട് ആപ്സ് നമുക്ക് ഇമെയിൽ, മെസ്സേജിങ്, കോളിംഗ്, അല്ലെങ്കിൽ കോൾ ഫിൽറ്ററിങ്, ബ്രൗസർ ആപ്പുകളൊക്കെ ഡിഫോൾട്ട് ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബ്രൗസർ ആപ്പ് വേണമെങ്കിൽ നമുക്ക് സഫാരി വേണമെങ്കിൽ സഫാരി എടുക്കാം, അല്ലെങ്കിൽ ക്രോം വേണമെങ്കിൽ ക്രോം സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോളോയും കൂടി ചെയ്തോളൂ.